ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സം റൂള്, പ്രോഡക്റ്റ് റൂള്, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂള്, അങ്ങനെ കുറച്ച് റൂളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതുവരെ നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂസ് കണ്ടുപിടിക്കായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് 17. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് 17. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്ത് നോക്കുക, 3 എന്നുള്ള വാല്യൂ കൊടുത്ത് നോക്കുക. അതിലെന്തെങ്കിലും അതായത് ഡിനോമിനേറ്ററിലൊക്കെ 0 ഒക്കെ വരികയാണെങ്കിൽ നമ്മളതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് ആണ് നമ്മൾ ലാസ്റ്റ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഇതിന് യാതൊരു പ്രശ്നവുമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് 17 ആണ്. അപ്പോൾ എക്സ് കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. അപ്പം അതിൻ്റെ ആൻസർ എന്താ വരിക, 3 പ്ലസ് 17. 3 പ്ലസ് 17 എന്ന് പറയുന്നത് 20 ആണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് കാണുന്ന സ്ഥലത്ത് നമ്മൾ എക്സിന് എന്ത് കൊടുക്കുക, ഇവിടെ ഏതാണ് വരുന്നത്, 4 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, 16. അതാണ് രണ്ടാമത്തതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിമിറ്റ് യു ടെൻസ് ടു -1 യു പ്ലസ് 1 ഡിവൈഡഡ് ബൈ യു മൈനസ് 1. ഓക്കെ, ലിമിറ്റ് യു ടെൻസ് ടു -1 യു പ്ലസ് 1 ഡിവൈഡഡ് ബൈ യു മൈനസ് 1. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്ത് നോക്കുക, ഈ യുവിന് -1 എന്നുള്ളത് കൊടുത്തു നോക്കുക. എന്തെങ്കിലും അതിൽ പ്രശ്നം കാണുകയാണെങ്കിൽ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ യുവിൻ്റെ വാല്യൂ -1 ഇവിടെ കൊടുത്ത് നോക്കുക. അപ്പോൾ യു -1 ആകുമ്പോൾ എന്താ സംഭവിക്കുക, -1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ വീണ്ടും യു ഇവിടെ ഉണ്ട്, -1 കൊടുക്കുക. -1 -1. അപ്പം -1 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, 0. 0 ഡിവൈഡഡ് ബൈ -2. 0 ബൈ -2 എന്താണ് വരുന്നത്, 0. ഓക്കെ, നമ്മൾ ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാലാണ്, അതായത് താഴെ 0 വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അത് ഡിഫൈൻഡ് അല്ലാത്തത്. മേലെ 0 വരികയാണെങ്കിൽ എന്താണ്, 0 ഡിവൈഡഡ് ബൈ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് വരിക, 0 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 14x ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 6 പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്, എക്സിന് എക്സ് കാണുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഏത് വാല്യൂ കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക, 1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 14 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 റൈസ് ടു 6 പ്ലസ് 1 പ്ലസ് 1 is equal to 1 minus 1 cube എന്ന് പറഞ്ഞാൽ 1 ആണ്, minus 3 into 1 square. 1 square 1, അപ്പം minus 3 plus 14 into 1 എന്ത് വരും, 14 divided by 1 raised to 6 എന്ത് തന്നെ 1 plus 1 plus 1. ഓക്കെ, is equal to ഇവിടെ എത്ര വരും, 1 minus 3 minus 2, 14 minus 2 എന്ന് പറയുമ്പോൾ 12 divided by 3. 12 by 3 എന്താ വരിക, 4. ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 10 പ്ലസ് 8x ക്യൂബ് മൈനസ് 7x സ്ക്വയർ മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ എക്സിന് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഏതിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, 1ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ ഇവിടെ എക്സ് കാണുന്ന സ്ഥലങ്ങളിൽ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. It is equal to 1 raised to 10 plus 8 into 1 cube minus 7 into 1 square minus 2 whole divided by വീണ്ടും x വന്നു, 1 plus 1. ഇവിടെ ഏതാണോ വാല്യൂ ഉള്ളത് അത്, ഇവിടെ ഇപ്പോൾ എക്സ് ആണ് വേരിയബിൾ വരുന്നത്, അപ്പോൾ ഇവിടെയുള്ള എക്സുകൾക്ക് കംപ്ലീറ്റ് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. ഈക്വൽ ടു 1 raised to 10 1 plus 8 into 1 cube എന്ന് പറയുന്നത് 8 minus 7 into 1 square 7 minus 2 whole divided by 1 plus 1 എന്ന് പറയുമ്പോൾ എന്ത് വരും, 2 ആണ് വരിക. is equal to 1 plus 8 9 9 minus 7
2 minus 2 0 is equal to 0/2 is equal to നമ്മളെ ആൻസർ എന്താണ് വരുന്നത് 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് ഈ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല, ഡിനോമിനേറ്ററിൽ 0 വരികയോ അല്ലെങ്കിൽ 0/0 ഫോം വരികയോ അങ്ങനെയൊന്നും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ലിമിറ്റ് u ടെൻസ് ടു √3 u മൈനസ് √3 ഡിവൈഡഡ് ബൈ u² മൈനസ് 3 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. യു കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കുക, √3 കൊടുക്കുക. ഇവിടെ √3 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, √3 മൈനസ് √3 ഡിവൈഡഡ് ബൈ √3² മൈനസ് 3 ഈക്വൽ ടു √3 മൈനസ് √3 എന്താ 0 ഡിവൈഡഡ് ബൈ √3² എന്ന് പറയുമ്പോൾ 3 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ 0. 0/0 ആണ് വരുന്നത്. അതെന്തല്ല, ഡിഫൈൻഡ് അല്ല. ഇങ്ങനെ ഡിഫൈൻഡ് അല്ലാത്ത കേസുകളിൽ നമ്മൾ വീണ്ടും ഈ ഫംഗ്ഷൻ്റെ അടുത്തേക്ക് വരിക, അതായത് u മൈനസ് √3 ഡിവൈഡഡ് ബൈ u² മൈനസ് √3. ഈ ഫംഗ്ഷൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, a² മൈനസ് b² ഇസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ നമുക്കിവിടെ u² മൈനസ് 3 ആണ് വരുന്നത്. 3 എനിക്ക് എന്താ എഴുതാം, √3² എന്ന് എഴുതാം. അപ്പോൾ u² മൈനസ് √3². ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u ആണ് വരുന്നത്, b എന്ന് പറയുന്നത് എന്ത് വരും, √3 വരും. അപ്പോൾ ഇതിനെ എങ്ങനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, u പ്ലസ് √3 ഇൻറ്റു u മൈനസ് √3 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി, ലിമിറ്റ് u ടെൻസ് ടു √3 u മൈനസ് √3 ഡിവൈഡഡ് ബൈ u² മൈനസ് 3. അപ്പോൾ u² മൈനസ് 3 കാണുന്ന സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് u മൈനസ് √3 ഡിവൈഡഡ് ബൈ u പ്ലസ് √3 ഇൻറ്റു u മൈനസ് √3. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്, മേലെ u മൈനസ് √3 ഉണ്ട്, താഴെ u മൈനസ് √3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി എന്താണ് വരുന്നത്, ലിമിറ്റ് u ടെൻസ് ടു √3 1 ഡിവൈഡഡ് ബൈ u പ്ലസ് √3. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട്, അതായത് u മൈനസ് √3 ഡിവൈഡഡ് ബൈ u² ബൈ മൈനസ് 3 എന്നുള്ള ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്തു. ഏത് രീതിയിലെത്തി, 1/u പ്ലസ് √3 എന്നുള്ള ഫോമുലായി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും എന്ത് ചെയ്ത് നോക്കുക, ഈ യുക്ക് √3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. യുന് √3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, ഇറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √3 പ്ലസ് √3. 1/√3 പ്ലസ് √3 എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ആൻസർ എന്താ വരിക, 1/√3 പ്ലസ് √3 ആണ്, 1/2√3 ആണ് നമ്മൾ ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് സെയിം പ്രോബ്ലം ആണ്. ലിമിറ്റ് x ടെൻസ് ടു 5 x മൈനസ് 5 ഡിവൈഡഡ് ബൈ x² മൈനസ് 25. ഓക്കെ, ഇത് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും ആദ്യം തന്നെ നമ്മൾ ഈ എക്സിന് ഏതിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, 5ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ x ടെൻസ് ടു 5 വിച്ച് ഈസ് ഈക്വൽ ടു, എക്സിന് 5 കൊടുക്കുമ്പോൾ എന്താ വരിക, 5 അപ്പം എക്സിന് 5 കൊടുത്ത് നോക്കുക. 5 മൈനസ് 5 ഡിവൈഡഡ് ബൈ 5² മൈനസ് 25. 5 മൈനസ് 5 എന്താണ്, 0 ഡിവൈഡഡ് ബൈ 5² 25. വീണ്ടും എന്ത് വന്നു, 0/0 വന്നു. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് വീണ്ടും വരാം. ഇതിനെ എങ്ങനെയെല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നോക്കുക. മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് മാത്രം ലാസ്റ്റ്
എക്സിന് എന്ത് വാല്യൂ കൊടുത്താൽ മതി? 5 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ x² മൈനസ് 25 ആണുള്ളത്. അതായത് ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? x² മൈനസ് 5². അപ്പോൾ ഇത് a² മൈനസ് b² എന്നുള്ള ഫോമുലായി. a² മൈനസ് b² എന്ന് പറയുമ്പോൾ a പ്ലസ് ബി, ഇവിടെ x ആണ് a ആയിട്ട് വരുന്നത്, b 5. അപ്പോൾ x പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ x² മൈനസ് 25 നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് നമുക്ക് കൊടുക്കാം. ഈ എക്സ് മൈനസ് 5ഉം എക്സ് മൈനസ് 5ഉം ക്യാൻസൽ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി അപ്പോൾ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? എക്സ് കാണുന്ന സ്ഥലത്ത് 5 കൊടുക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 1/10 ആണ് നമ്മളെ ആൻസർ വരിക. ഓക്കെ, അതായത് ആദ്യം തന്നെ എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുക. അത് ഏത് ഫോമിലാണ്? ഡിവൈഡഡ് ബൈ 0 അല്ലെങ്കിൽ 0/0 ഈ ഫോമിലൊക്കെ വരികയാണെങ്കിൽ, അതായത് ഡിഫൈൻഡ് അല്ലാത്ത കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/5 പ്ലസ് 5 അതായത് 1/10 ആണ് നമ്മൾ ആൻസർ വരിക. അടുത്തൊരു പ്രോബ്ലം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് പ്ലസ് 2 ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് വന്നു കഴിഞ്ഞാലും ടി വന്നു കഴിഞ്ഞാലും ഏത് വാരിയബിൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ എക്സിന് പകരം ആര് ഉണ്ടെന്നേ ഉള്ളൂ? ഡെൽറ്റ എക്സ് ആയി മാറിയെന്നേ ഉള്ളൂ. അതായത് വേറൊരു വാരിയബിൾ നമ്മൾ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഇതിന് വാല്യൂ കൊടുത്ത് നോക്കുക. അപ്പോൾ ഡെൽറ്റ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 0³ പ്ലസ് 2 ഇൻറ്റു 0² 0 ഡിവൈഡഡ് ബൈ 0. അപ്പോൾ എന്ത് വന്നു? 0/0 ഫോമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് അതായത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇവിടെ ആര് കോമൺ ആണ്? ഇവിടെയും ഡെൽറ്റ എക്സ് ഉണ്ട്, ഇവിടെയും ഡെൽറ്റ എക്സ് ഉണ്ട്. നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഒരു ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ കോമൺ ആണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേം പുറത്തേക്ക് എടുക്കുക. ഇത് ഈക്വൽ ടു അപ്പോൾ എന്താ വരിക? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഈ മേലത്തെ അതായത് ന്യൂമറേറ്ററിന് ഡെൽറ്റ എക്സ് പുറത്തേക്ക് എടുത്താൽ എന്താ വരിക? ഇവിടെ ഒരു ഡെൽറ്റ എക്സ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഡെൽറ്റ എക്സ് ഉണ്ട്? ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടുന്ന് ഒരു ഡെൽറ്റ എക്സ് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? 2 ഡെൽറ്റ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് ഏതും ക്യാൻസൽ ചെയ്യാം. ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2 ഡെൽറ്റ എക്സ്. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഡെൽറ്റ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഡെൽറ്റ എക്സ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്ത് കൊടുക്കുക? 0 കൊടുക്കുക. ആൻസർ എന്ത് വരും? 0² 0 പ്ലസ് 0 0 പ്ലസ് 0 എന്ത് വരും? 0 ആണ് നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ലിമിറ്റ്സ് ആണ്. കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ x=x0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ if limit extends to x0 f of x equal to f of x0. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ഫംഗ്ഷൻ എന്താവുള്ളൂ? കണ്ടിന്യൂസ് ആവുള്ളൂ. ഓക്കെ, thus a function f is continuous at a point if and only if it meets the following two conditions. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of x0 exists. ആ പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ limit extends to x0 f of x exists and it must be equal to f of x0. ഓക്കെ, അത് ലിമിറ്റ് ഏതാണ്? ലിമിറ്റ് x ടെൻസ് ടു
എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അത് ഏതിനായിട്ട് ഈക്വൽ ആയിരിക്കണം? എഫ് ഓഫ് എക്സ് നോട്ടുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എവറി പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി റിയൽ നമ്പർ. ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. നേരെ മറിച്ച് റാഷണൽ ഫംഗ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അത് ഏത് പോയിന്റിലാണ് കണ്ടിന്യൂസ് ആവുക? പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സ് ആൻഡ് നോട്ട് ഈക്വൽ ടു 0. അതായത് താഴത്തെ ഈ ജി ഓഫ് എക്സിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, പക്ഷെ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 വരികയാണെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. അതാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷന്റെ കേസിൽ വരിക. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷന്റെ കേസിൽ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. ആ ലിമിറ്റ് എന്ത് ചെയ്യാൻ വേണം? എക്സിസ്റ്റ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു ഇത് കറക്റ്റ് അല്ല വരച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു മോഡ് എക്സിന്റെ ഗ്രാഫാണെന്ന് വിചാരിക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് മോഡ് എക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1ൽ 1 ആണ് വാല്യൂ വരുന്നത്, 2ൽ 2 ആണ്, ഇവിടെ -1ൽ 1 ആണ്, -2 അങ്ങനെയാണ് വാല്യൂ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഞാൻ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂസ് ഒരുപാടുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ ഇതാണ് ഉദ്ദേശിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ മോഡ് എക്സിന്റെ ഗ്രാഫ് വരക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണ് വരെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ നമ്മൾ പോയി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈ എടുക്കാണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരക്കാൻ പറ്റി. ഓക്കെ, ഒരു സാധാരണക്കാരന് നമ്മളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ്? അതായത് നമ്മൾ ബ്രേക്ക് ഇല്ലാണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു കേർവ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മൾ വേറൊരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റഫ് ഫിഗർ എടുക്കുക. നമ്മൾ ഒരുപാട് ഫംഗ്ഷൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതാ ഫംഗ്ഷൻ എന്നുള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഒരു റഫ് ഫിഗർ നമുക്ക് വരക്കാം. ഇങ്ങനത്തെ ഗ്രാഫുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെട്ടതാണ്. ഈ പോയിന്റ് 1 ആണെന്ന് എടുക്കുക, ഇത് 2 ആണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റ് 1 ആണെന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ നിങ്ങളൊന്ന് നോക്കുക. ഇതെന്താണ്? ഇങ്ങനെയാണ് ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്കിവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. അതായത് ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഇവിടെ അല്ല ഉള്ളത്. നേരെ ഞാൻ കൈ എങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ നീട്ടി വരക്കുന്നത്. ഓക്കെ, അപ്പം ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അത് നമുക്ക് നമ്മളെ ഒരു സാധാരണക്കാരനുള്ള രീതിയിൽ നമുക്ക് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ വാല്യൂ അല്ലെങ്കിൽ x=1 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? f(1) എക്സിസ്റ്റ് ചെയ്യണം. f(1) എക്സിസ്റ്റ് ചെയ്താൽ മതിയോ? പോരാ, ഏതും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ലിമിറ്റ് x ടെൻഡ്സ് ടു 1 f(x) എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കണം? നമ്മളെ കിട്ടിയ f(1)നോട്, ആ പോയിന്റിലുള്ള ലിമിറ്റിംഗ് വാല്യൂ ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1ൽ ഫംഗ്ഷൻ വാല്യൂ ഇതല്ല, നേരെ മറിച്ച്
ഇതാണ് നമ്മളെ ഫംഗ്ഷൻ വാല്യൂ വരുന്നത്. അപ്പോൾ എന്താണ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ലിമിറ്റിംഗ് വാല്യൂ എന്താണ് വരുന്നത്? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എത്രയാണ് വരിക? എക്സിൻ്റെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ വാല്യൂ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു 0.3 ഒക്കെയാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നിട്ട് ഏത് പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? 0.3 എന്നുള്ള വാല്യൂയിലേക്ക്. റൈറ്റിൽ നിന്നാണ് ഈ 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ട് ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഈ 0.3ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഏത് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂവിൽ. പക്ഷെ വാല്യൂ എന്താണ്? 0.3 ആണ്. അപ്പോൾ നമ്മളെ കണ്ടീഷൻ ഫെയിലായില്ലേ? കാരണം ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ നമ്മളെ ഫംഗ്ഷൻ എന്താവുള്ളൂ? കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പം എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ ഇവിടുത്തെ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇനി നിങ്ങൾ 2ൻ്റെ കേസിൽ എടുക്കുക. ഇവിടെ ഇപ്പോൾ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1ലാണ് നമ്മൾ പറഞ്ഞത്. ഇനി 2ൽ എടുക്കുക. ഫംഗ്ഷൻ 2ൽ എടുക്കുകയാണെങ്കിൽ ഇതാണ്. ഇത് റെസിഗർ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2ൽ ഇവിടെ ഞാനൊരു 0.8 ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ നമ്മളെ ഫംഗ്ഷൻ എന്തെല്ലാന്ന് കിട്ടി? കണ്ടിന്യൂസ് അല്ലാന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് 2 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് 2 എന്താണ് വരിക? എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ഇതാണ്, അതായത് 0.8 ആണ്. ഓക്കെ, ഫംഗ്ഷന് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് നോക്കുക. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യണം, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യണം, സെയിം ആയിരിക്കണം. അപ്പോൾ 2ലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക്. ഈ പോയിന്റ് ഏതാ? 0.8. ഇനി റൈറ്റിൽ നിന്നാണ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? 0.8ലേക്ക്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 0.8 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും എന്താണ്? സെയിം ആണ്. 0.8 തന്നെയാണ് രണ്ടും വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഈ 2 എന്നുള്ള എക്സ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിൽ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം എഫ് ഓഫ് 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഏതിനോട് ഈക്വൽ അല്ല? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1നോട് ഈക്വൽ അല്ല. ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു ഫംഗ്ഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. ഇവിടെ ഇതൊരു 2 ആണ്, ഇതൊരു 2.5 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതായത് 2.5ൽ ഞാനിവിടെ ഹോളാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം 2.5ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 2.5 എന്താ ഇവിടെ വരിക? എഫ് ഓഫ് 2.5 ഫംഗ്ഷൻ്റെ വാല്യൂ ഇതിവിടെ ഹോളാണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റിംഗ് വാല്യൂ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2.5 എഫ് ഓഫ് എക്സ്. ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതായത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക. ഏത് പോയിന്റിലേക്കാണ്? 1 എന്നുള്ള പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ 1 ആണ്. പക്ഷേ കാര്യമില്ല, കാരണം എഫ് ഓഫ് 2.5 ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഏത് പോയിന്റിൽ? 2.5 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല.
അത് നമുക്കറിയാം. എന്താണ്, ഇതിങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടാണ് അടുത്തതിലേക്ക് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, നിങ്ങൾ തന്നെ ലിമിറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ 0 വരുന്നുണ്ടോ, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.